നമസ്തേ. ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ യോഗ ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന അബദ്ധങ്ങളെ കുറിച്ച്, അബദ്ധങ്ങൾ മീൻസ് തെറ്റുകൾ. ഈ തെറ്റുകൾ പലർക്കും സംഭവിക്കുന്ന തെറ്റുകളാണ്. പക്ഷെ അതുമൂലം നമുക്ക് ഇഞ്ചുറി ഉണ്ടാകാറുണ്ട്. അതുപോലെ തന്നെ പല പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാകുന്നുണ്ട്. നമ്മൾ യോഗ ചെയ്യുന്നത് മെന്റലി, ഫിസിക്കലി ആൻഡ് സ്പിരിച്വലി ശരീരത്തിന് ഗുണം കിട്ടുന്ന ഒന്നാണെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷെ യോഗ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ചെയ്യുന്ന ഇടയിൽ ചെയ്യുന്ന ചില അബദ്ധങ്ങൾ, അതായത് ചില ചെറിയ മിസ്റ്റേക്കുകൾ സാധാരണ സംഭവിക്കാറുണ്ട്. ഈ 5 മിസ്റ്റേക്കുകളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഞാൻ പറയാൻ പോകുന്ന അവസാനത്തെ 2 മിസ്റ്റേക്കുകൾ മിക്കവാറും എല്ലാവർക്കും സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതിനെക്കുറിച്ച് പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത്. നമുക്ക് യോഗ ചെയ്യുമ്പോൾ വരുന്ന മിസ്റ്റേക്കുകൾ, നമ്മൾ റെഗുലർ പ്രാക്ടീസിൽ സാധാരണ യോഗ ചെയ്യാൻ നേരത്ത് ആദ്യമായി മിക്കവാറും എല്ലാവർക്കും ചിലർക്കൊക്കെ സംഭവിക്കുന്ന ഒരു മിസ്റ്റേക്കാണ് ശ്വാസോച്ഛ്വാസത്തിൽ ശ്രദ്ധിക്കാതിരിക്കുക എന്നുള്ളത്. യോഗ എന്നാൽ വെറും ഒരു ബ്രീത്തിങ് എക്സസൈസ് മാത്രമല്ല, നമ്മുടെ ശരീരവും മനസ്സും തമ്മിലുള്ള ഇന്റർലിങ്ക് ചെയ്തുകൊണ്ടുള്ള ഒരു സാധനയാണ്. അപ്പോൾ ബ്രീത്തിങ്ങിന് അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. പക്ഷെ ഈ ബ്രീത്തിങ് ചില സമയത്ത് ചില ഐറ്റങ്ങൾ, കഠിനമായിട്ടുള്ള യോഗ പോസ്റ്റേഴ്സ്, ബാലൻസിങ് ഐറ്റങ്ങൾ, അല്ലെങ്കിൽ ഈ ചക്രാസനയൊക്കെ ചെയ്ത് കാലുകളിൽ പിടിച്ച് ഡിംബാസന ചെയ്യാൻ നേരത്തൊക്കെ ഇത്തിരി ഹെവി അഡ്വാൻസ് പോസ്റ്റേഴ്സ് ചെയ്യാൻ നേരത്ത് പലരും ബ്രീത്ത് ഹോൾഡ് ചെയ്യാറുണ്ട്. ബ്രീത്ത് ഹോൾഡ് ചെയ്യും. അപ്പൊ ഹോൾഡ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തലയിലേക്ക്, ശരീരത്തിലേക്ക് പ്രോപ്പറായിട്ടുള്ള ഓക്സിജന്റെ ഫ്ലോ അവിടെ നിലയ്ക്കുകയും നമുക്ക് തല ഇറങ്ങി വീഴാൻ സാധ്യതയുണ്ട്. അല്ലെ പെട്ടെന്ന് കണ്ണുകളിലേക്ക് ഇരുട്ട് കയറുന്ന പോലെ നമുക്ക് തോന്നുകയും വീണു പോകാനൊക്കെ സാധ്യതയുണ്ട്. അപ്പൊ യോഗ ചെയ്യുമ്പോൾ എപ്പോഴും നോർമൽ ബ്രീത്ത് ചെയ്യുക. അവിടെ ഹോൾഡിങ് പറയുന്ന ഐറ്റങ്ങളിൽ മാത്രം ഹോൾഡ് ചെയ്യുക. ഹോൾഡിങ് എക്സസൈസ് വളരെ കുറവാണ്. അപ്പൊ പ്രോപ്പറായിട്ടുള്ള ഇൻഹലേഷൻ, എക്സലേഷൻ ചെയ്യുക എന്നുള്ളതാണ്. പലരും അഡ്വാൻസ് പോസ്റ്റേഴ്സ് ചെയ്യുമ്പോൾ പല സമയത്ത് ഹോൾഡ് ചെയ്ത് നിൽക്കാറുണ്ട്. ഹോൾഡ് ചെയ്യുമ്പോൾ പവർ കിട്ടുമെന്ന് അവർ വിശ്വസിക്കുന്നു. പക്ഷെ അവിടെ സംഭവിക്കുന്നത് പ്രോപ്പറായിട്ടുള്ള ഓക്സിജൻ നമ്മുടെ തലയിലേക്ക് എത്താതിരിക്കുകയും കണ്ണുകൾക്ക് ഒരു മൂഡ് തന്നെ ഉൾപ്പെടുകയും ചിലപ്പോൾ വീണു പോകാനുള്ള സാധ്യത ഉണ്ട്. മിക്കവാറും ഒരു കോമ്പറ്റീഷൻ ഒക്കെ ചെയ്യുന്നവർക്ക് ഇത് എക്സ്പീരിയൻസ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ രണ്ടാമത്തെ ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത്, നമ്മൾ ചെയ്യുന്ന ഐറ്റം വേറെ ചെയ്യുന്ന ഒരാളായിട്ട് കമ്പയർ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. പലപ്പോഴും എല്ലാ കാര്യത്തിലും നമുക്ക് കമ്പാരിസൺ ഭയങ്കര നടക്കുന്ന കാലമാണല്ലോ. അപ്പോൾ ഈ കമ്പാരിസൺ ഒഴിവാക്കുക. എല്ലാവർക്കും ഒരു ബോഡി ലാംഗ്വേജ് ഉണ്ട്, ഒരു ബോഡി സ്ട്രക്ചർ ഉണ്ട്. അവർക്ക് ഓരോ ഫ്ലെക്സിബിലിറ്റി വ്യത്യസ്തമാണ്. ചിലവർ ഫസ്റ്റ് ടൈം തന്നെ ചില ഐറ്റങ്ങൾ നന്നായി ചെയ്യും, ചിലവർക്ക് അത് കാലങ്ങളായി ചെയ്തു വേണം ആ ഫ്ലെക്സിബിലിറ്റി വീണ്ടെടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ഇൻസ്റ്റയിലോ അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ നോക്കി, അല്ലെങ്കിൽ ഒരു കോമ്പറ്റീഷനെ കാണുമ്പോൾ ചിലവർ ചെയ്യുന്ന ഐറ്റങ്ങൾ കാണുമ്പോൾ അതിനോടൊരു ആകർഷണം തോന്നി അത് ചെയ്യാനായിട്ട് ഓവറായിട്ട് സ്ട്രെച്ച് ചെയ്യുക. അപ്പോൾ എന്താ സംഭവിക്കുന്നത്, നമ്മൾ ലിഗമെന്റുകൾക്കൊക്കെ വലിച്ചിലുണ്ടാവുന്നു, പേശികൾക്കൊക്കെ ഡാമേജ് ഉണ്ടാകാനായിട്ട് സാധ്യത കൂടുതലാണ്, ഇഞ്ചുറി ഉണ്ടാകാൻ സാധ്യതയാണ്. അപ്പൊ എപ്പോഴും നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ ആരുമായിട്ട് കമ്പയർ ചെയ്യുന്നില്ല, നമുക്ക് നമ്മൾ തന്നെയാണുള്ളത്. നമ്മുടെ ബോഡിയും സ്ട്രക്ചറും എല്ലാം പിന്നോളിൽ നിന്ന് വ്യത്യസ്തമാണ്. നമുക്ക് പറ്റുന്ന രീതിയിൽ ചെയ്യുക എന്നുള്ളതാണ്. ഒരിക്കലും കമ്പാരിസന്റെ പുറകെ പോകാതിരിക്കുക. നമ്മ പറ്റുന്ന രീതിയിൽ നമ്മൾ ഗ്രാജുവലായിട്ട് ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. ഒരു ഷോർട്ട് പീരീഡ് കൊണ്ട് പെട്ടെന്ന് അങ്ങോട്ട് നേടിയെടുക്കാൻ ശ്രമിക്കാതെ വളരെ വെയിറ്റ് ചെയ്ത് ക്ഷമയോടുകൂടി നമ്മൾ ഐറ്റങ്ങൾ ചെയ്യുകയും അതിൽ വിൻ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ അബദ്ധം എന്ന് പറയുന്നത്. അപ്പോൾ മൂന്നാമത്തെ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് റോങ് ടൈമിങ് ആൻഡ് ഹെവി ഫുഡാണ്. അപ്പൊ യോഗ ചെയ്യുമ്പോൾ എപ്പോഴും ഭക്ഷണത്തെ കുറിച്ച് വളരെ അറിഞ്ഞിരിക്കണം. ഭക്ഷണം കഴിച്ച ശേഷം, പ്രത്യേകിച്ച് ഭക്ഷണം കഴിച്ച ശേഷം യോഗ ഒരു 3 മണിക്കൂർ അല്ലെങ്കിൽ 3.5 മണിക്കൂർ കഴിഞ്ഞേ ചെയ്യാൻ പാടുള്ളൂ. എന്നുവെച്ചാൽ നമ്മുടെ ആമാശയത്തിൽ നമ്മുടെ ഡൈജസ്റ്റീവ് പ്രൊസീജിയർ നടക്കുന്ന സമയത്ത് നമ്മൾ പുറമെ ഉള്ള സ്ട്രെച്ചുകളൊക്കെ ചെയ്യുന്നത് നമുക്ക് വളരെ ദോഷം ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ എപ്പോഴും ഭക്ഷണം യോഗ ചെയ്യുമ്പോൾ വയറ് എംപ്റ്റി ആയിരിക്കണം. വേണേൽ ചെയ്യുന്നതിന് മുമ്പ് ഒരു 10-15 മിനിറ്റ് മുമ്പ് ഒരു ഗ്ലാസ് വെള്ളമോ ഒക്കെ കുടിക്കാം. അതിനപ്പുറം നമ്മൾ ഹെവി ഫുഡ് എടുക്കുകയാണെങ്കിൽ 3.5 മണിക്കൂർ കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ 3 മണിക്കൂർ 3.5 മണിക്കൂർ കഴിഞ്ഞിട്ടേ നമ്മൾ യോഗ ചെയ്യുവാൻ പാടുള്ളൂ. അത് ചിലപ്പോൾ വരുന്ന മിസ്റ്റേക്കാണ്. ഈ ഒരു 3.5 മണിക്കൂർ കീപ്പ് ശ്രദ്ധിക്കാതെ പലരും യോഗ ചെയ്യാറുണ്ട്. അപ്പൊ യോഗ ചെയ്യാൻ ഏറ്റവും നല്ല സമയം എന്ന് പറഞ്ഞാൽ മോർണിംഗ് വളരെ സമയമാണ്. അപ്പോൾ വയർ എംപ്റ്റി ആയിരിക്കും. അതുപോലെ തന്നെ യോഗ നല്ല സമയങ്ങൾ പറയുന്നുണ്ട്, ബ്രഹ്മമുഹൂർത്തം പറയുന്നുണ്ട്, അല്ല മോർണിംഗ് നല്ലതാണ്, ഈവനിങ് നല്ലതാണ്. അപ്പോൾ ഈവനിങ് ഒക്കെ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ലഞ്ച് എടുത്തത് തമ്മിലുള്ള ഗ്യാപ്പ് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ ചിലപ്പോൾ 3 മണിക്കൊക്കെ ഭക്ഷണം കഴിച്ചുകൊണ്ട് പിന്നെ 4 മണിക്ക് യോഗ ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക. അപ്പൊ ഈ ഭക്ഷണം യോഗയും തമ്മിൽ ബന്ധമുണ്ട്. അപ്പോൾ അത്
നമ്മൾ ഈ ടൈമിങ്ങും എല്ലാം കറക്റ്റായിട്ട് കീപ്പ് ചെയ്ത് തന്നെ യോഗ പ്രാക്ടീസ് ചെയ്യുക, എങ്കിലേ നമുക്ക് ഉദ്ദേശിച്ച റിസൾട്ട് നമുക്കതിൽ അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ പ്രോപ്പറായിട്ടുള്ള വാമപ്പ് ചെയ്യാതെ യോഗ ചെയ്യുക. വാമപ്പ് മീൻസ് ഞാൻ ഉദ്ദേശിച്ച സബ്സ്റ്റൽ എക്സസൈസ്. യോഗ ചെയ്യുമ്പോൾ ഒരു സബ്സ്റ്റൽ എക്സസൈസ് ചെയ്തിട്ട് വേണം ചെയ്യാൻ. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രാണയുടെ ഫ്ലോ, ടോ തൊട്ട് തല വരെയുള്ള പ്രാണയുടെ ഫ്ലോ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത ശേഷമാണ് നമ്മൾ യോഗ ചെയ്യേണ്ടത്. സൂര്യ നമസ്കാരങ്ങൾ ചെയ്യുന്നവരുണ്ട് ഒരു വാമാവാൻ വേണ്ടി. അതുപോലെ പ്രാണയുടെ ഫ്ലോ കറക്റ്റായിട്ട് പാസ് ചെയ്യണം നമ്മുടെ ഓവറോൾ ബോഡി. നമ്മുടെ ഏതെങ്കിലും ഒരു ബോഡി പാർട്ടിൽ പെയിൻ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്യുമ്പോൾ നമുക്കൊരു സുഖം കിട്ടാറുണ്ട്. അവിടെ പ്രാണയുടെ ഫ്ലോ കറക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പൊ ഈ അമിതമായിട്ടുള്ള ബോഡി പെയിൻ ഇതൊക്കെ ഇല്ലാതിരിക്കുന്നതിന് വേണ്ടി സബ്സ്റ്റൽ എക്സസൈസ് നമ്മൾ നിർബന്ധമായിട്ട് ചെയ്ത ശേഷമേ ചെയ്യാൻ പാടുള്ളൂ. ചിലവരൊക്കെ രാവിലെ എഴുന്നേറ്റ് സമയമില്ല എന്നുള്ള കാരണം പറഞ്ഞുകൊണ്ട് കിട്ടാനുള്ള അഡ്വാൻസ് പോസ്റ്റേഴ്സ് ഒക്കെ പെട്ടെന്ന് അങ്ങോട്ട് ചെയ്തു പോകുന്നു. അപ്പൊ കറക്റ്റ് ആയിട്ടുള്ള ഒരു സബ്സ്റ്റൽ എക്സസൈസ് അവിടെ ചെയ്യാതെയാണ് അവർ അതിലേക്ക് ഇറങ്ങുന്നത്. അത് തീർച്ചയായിട്ടും ശരീരത്തിൽ പെയിൻ ഉണ്ടാക്കാനും വേറെ ഡാമേജ് ഒക്കെ വരാനായിട്ടൊക്കെ സാധ്യത കൂടുതലാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പൊ യോഗ ചെയ്യുമ്പോൾ നമ്മൾ ധരിക്കേണ്ട ഡ്രസ്സ് അധികം ടൈറ്റ് ആയിട്ടുള്ള ഡ്രസ്സ് ധരിക്കേണ്ട ആവശ്യമില്ല. വളരെ ലൂസായിട്ടുള്ളതും നമുക്ക് വേറെ തടസ്സമില്ലാത്ത രീതിയിലുള്ള വളരെ ഫ്രീ ചെയ്യുന്ന ഡ്രസ്സുകൾ യൂസ് ചെയ്യുക. അതുപോലെ യോഗ ചെയ്യുമ്പോൾ ഒരു യോഗ മാറ്റ് യൂസ് ചെയ്യുക. ഇതൊക്കെ കോമൺ ആയിട്ട് എല്ലാവർക്കും അറിയാവുന്ന കാര്യം ആണല്ലോ. അപ്പൊ യോഗ ചെയ്യുമ്പോൾ നമ്മൾ വരുത്തുന്ന അഞ്ചാമത്തെ മിസ്റ്റേക്ക്, മിക്കവാറും എല്ലാവരും വരുത്തുന്ന ഒരു മിസ്റ്റേക്കാണ്. ചിലപ്പോൾ ഓഫീസിലൊക്കെ പോകാനായിട്ടൊക്കെ തിരക്ക് പിടിച്ചായിരിക്കും ചിലപ്പോൾ യോഗ ചെയ്യുന്നത്. അപ്പൊ പെട്ടെന്ന് പോയും വേണം, അപ്പൊ സമയമില്ല, യോഗ എല്ലാം ചെയ്തു കഴിഞ്ഞു, ഇനി പ്രോപ്പറായിട്ടുള്ള റിലാക്സേഷൻ കൊടുക്കാതെ പോകുന്നു എന്നുള്ളതാണ്. നമ്മൾ ഈ യോഗ ചെയ്ത ശേഷം ശവാസന ചെയ്യണമെന്നാണ്. ആ ശവാസന ചെയ്യുമ്പോൾ നമുക്ക് ഉള്ള എനർജി ശരീരത്തിലേക്കെല്ലാം ഒരേപോലെ പാസ് ചെയ്യാനും ശരീരം ശരിക്കും ഒരു റിലാക്സേഷൻ പ്രോപ്പറായിട്ട് കിട്ടുകയും ചെയ്യും. പല ജിമ്മിലോ അല്ലെങ്കിൽ വേറെ അത്ലറ്റിക്സ് ഒക്കെ ഗെയിമൊക്കെ കളിക്കുന്നവർക്ക് അത് കഴിയുമ്പോൾ ജസ്റ്റ് ഒരു ടയേർഡ്നെസ് അവർക്ക് ഫീൽ ചെയ്യും. പക്ഷെ യോഗ ചെയ്യുമ്പോൾ വീണ്ടും നമുക്കൊരു എനർജിയാണ് ഉണ്ടാവുന്നത്. ശരിക്കും പറഞ്ഞാൽ ആ ടയേർഡ്നെസ് അവിടെ ഉണ്ടാവുന്നില്ല. അതിനുള്ള കാരണം പ്രോപ്പറായിട്ടുള്ള റിലാക്സേഷനും സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ ചെയ്ത് മുന്നോട്ട് പോകുന്നത് കൊണ്ടാണ് നമുക്കങ്ങനെ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങൾ യോഗ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഇതുപോലെ ഏതെങ്കിലും മിസ്റ്റേക്ക് ഒക്കെ നിങ്ങൾക്ക് വന്നിട്ടുണ്ടോ എങ്കിൽ നിങ്ങൾ ഇതിലൊന്ന് കമന്റ് ചെയ്യുമോ, എനിക്ക് ഇന്ന മിസ്റ്റേക്ക് ഞാൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് അപ്പോൾ അറിയാൻ സാധിക്കുമല്ലോ. അതുപോലെ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇതുപോലെ യോഗ ചെയ്യുന്ന സുഹൃത്തുക്കൾക്കൊക്കെ ഈ നിർദ്ദേശം ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. തുടർ വീഡിയോയിൽ ഇതുപോലെയുള്ള കണ്ടന്റുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. നമസ്തേ.